പാട്ടും പാടി ജയിക്കുക എന്നത് വെറും ഒരു പ്രയോഗം മാത്രമാണ് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അങ്ങനെയല്ല എന്ന് തെളിയിച്ച ഒരാളാണ് രമ്യ ഹരിദാസ് എം പി. പാലക്കാടിനെ പ്രതികരിക്കുന്നു. ആലത്തൂരിൽ ആലത്തൂരിനെ പ്രതികരിക്കുന്നു. ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥിയായി രണ്ടാമത്തെ അംഗത്തിനിറങ്ങുമ്പോഴും രമ്യ ഹരിദാസിന് ഏറ്റവും വലിയ പ്രചരണ ആയുധം പാട്ട് തന്നെയാണ്. ഗായികയായ സ്ഥാനാർത്ഥിക്ക് മുന്നിൽ ഒരു ചലഞ്ചുമായി ഇറങ്ങുകയാണ് ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ പ്രവേശ് പാലക്കാട്. റബിയൽ അവ്വൽ 12 തിങ്കളുദിച്ചത് സുദിനം കൊണ്ട് ഇസ്ലാമിൻ കൽബുകളൊക്കെ സന്തോഷം കൊണ്ട് റബ്ബേ കൊട്ടിയിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടൊരു പത്രവാർത്തയാണ് രമ്യ ഹരിദാസിനോട് പാട്ട് നിർത്താൻ നേതൃത്വം ആവശ്യപ്പെട്ടെന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം. പ്രചരണം സജീവമായി പുരോഗമിക്കുകയാണിപ്പോൾ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. ഇവരുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരോടൊപ്പം ഏതൊരു പരിപാടികളിൽ ചേർന്നിരിക്കുമ്പോഴും ഒരു പാട്ട് പാടണം എന്നൊരു അമ്മ മകളെപ്പോലെ കാണുന്ന അമ്മമാർ പറഞ്ഞു കഴിഞ്ഞാൽ പാടാതിരിക്കാൻ കഴിയുമോ അമ്മ? അപ്പം അത് പാടിയിരിക്കും. അത് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. എന്തായാലും പാട്ട് തുടരുമെന്ന് സ്ഥാനാർത്ഥി അറിയിച്ച സാഹചര്യത്തിൽ നമ്മൾ ചെറിയൊരു ചാലഞ്ച്, തെരഞ്ഞെടുപ്പ് തന്നെ ഒരു ചാലഞ്ചാണ്, നമ്മളും ഒരു ചാലഞ്ച് മുന്നോട്ട് വയ്ക്കുകയാണ്. രമ്യ ഒരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ അവസാന അക്ഷരത്തിൽ നിന്ന് ഞാനും പാടും, വീണ്ടും രമ്യ കാൻഡിഡേറ്റ് പാടും. നമുക്ക് നോക്കാം ആ ചാലഞ്ചിൽ ആരാണ് വിജയിക്കാന്ന്. റെഡി അല്ലേ? പിന്നെന്താ തയ്യാ? അപ്പം എന്നാ ചെപ്പു കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, മിന്നണതെന്താണയ്യ നല്ല കുന്നിക്കുരു മണിപ്പൊന്മാല. പായാണ്. പിന്നെയും പിന്നെയും ആരോ 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 വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മൂകം. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും സ്ഥാനാർത്ഥിക്കും പാടാട്ടോ. പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. പാടാം നമുക്കു പാടാം വീണ്ടും ഒരു പ്രേമഗാനം. വെച്ചൊക്കെ പാട്ടുണ്ട് ഈശ്വര. എനിക്കെന്നെ പറഞ്ഞു തന്നു. ഗംഗേ തുടിയിൽ ഉണരും ത്രിപുടകേന്ദ്ര തുയിലുണന്നു പാടി എൻ്റെ നടന മണ്ഡപം തുറന്നു വാ. വാർത്തിങ്കളുദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം, പൂമണം മായുമീ ഏകാന്തനാനയിൽ എന്തിനീ അനഘമന്ത്രം. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ചേച്ചി ഈ പാട്ട് കേട്ടപ്പോഴേ എനിക്ക് തോന്നി, ഞാൻ ഒരിക്കൽ ഒരു ചടങ്ങിനിടെ ചോദിച്ചിരുന്നു എപ്പോഴാണ് കല്യാണം കഴിക്കുകയെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനും രാഹുൽ ഗാന്ധിയൊക്കെ എന്താ പറഞ്ഞത്, രാജ്യത്തിന് വേണ്ടിയാണെന്ന്. കാരണം ഇപ്പം നമ്മൾ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. മതേതരത്വത്തിന് വേണ്ടി ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുമ്പോൾ ആ മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ആളുകളുടെ ഇടയിലൂടെ രാജ്യത്തിന് വേണ്ടി സഞ്ചരിക്കുക. എന്നിരുന്ന് കല്യാണം കഴിക്കാതിരിക്കണമെന്നൊന്നുമില്ലെന്നേ? ഒരിക്കലും ഇല്ല. കാരണം കല്യാണം കഴിക്കില്ല എന്ന് ആരും പറഞ്ഞില്ല. എപ്പോഴാണ് നമുക്കതിന് പറ്റിയ ഒരാൾ വന്ന് ചേരുന്നത്, അപ്പം നമ്മൾ കല്യാണം കഴിക്കും. ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെൻ ആരോ സ്വകാര്യം പറഞ്ഞതാകാം അല്ലേ? ഓരിലെ താളി ഞാൻ തേച്ചു തരാം, നിന്റെ തളിർമേനിയാകെ ഞാനോ മനിക്കാം, ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം, നിന്റെ തുടുനെറ്റി പൂവിലൊരുമ്മ വയ്ക്കാം,
അരയിലാടുന്ന പുടവ മൂടുന്നൊരഴകും ഞാനല്ലേ, കരളിലാളുന്ന കനവിൽ വീഴുന്ന ശലഭം ഞാനല്ലേ, കതിരവനെതിരിടും ഇളമുളം കിളിയുടെ ചിറകിലരികയണയാം. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ മിന്നും തിരുവോടിപ്പാവും. രമ്യ ഹരിദാസിന്റെ പാട്ടുയാത്രകൾ അങ്ങനെ തുടരുകയാണ്. കഴിഞ്ഞ തവണത്തേതിന്റെ വികസന തുടർച്ച ഇത്തവണയും ഉണ്ടാകുന്നു ഉറപ്പിക്കുന്നു രമ്യ. UDF ക്യാമ്പുകളും ആ ആവേശത്തിലാണ്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. റിപ്പോർട്ടേഴ്സ് എല്ലാം പാട്ടിലേക്ക് വഴിമാറിയ ഞാനും പാട്ട് പഠിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്.